ഇന്ന് നമ്മളെ ഒരു അടിപൊളി ക്രോപ്പ് ടോപ്പാണ് കേട്ടോ തയ്ക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും ഈ ഒരു ടോപ്പ്. ഞാനിവിടെ തയ്ച്ചെടുക്കുന്നതേ ഒരു 11-12 വയസ്സായിട്ടുള്ള മക്കൾക്ക് പറ്റിയിട്ടുള്ള അളവിലാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് തയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിലൊരു ടോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ജീൻസിൻ്റെ. ഈ ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടേ കുറേ നാളായിട്ടോ നമ്മളിത് ഉപയോഗിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു ക്രോപ്പ് ടോപ്പ് ചെയ്തെടുത്താലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പ്രിൻറ്റുകൾ കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് കിട്ടുമെന്നും തോന്നി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ടോപ്പ് മൊത്തത്തിലുള്ളത്. ഷോപ്പിൽ പോയിട്ട് ക്രോപ്പ് ടോപ്പിന് റേറ്റൊക്കെ ചോദിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള ടോപ്പിനായാലും. അപ്പോൾ നമുക്ക് എപ്പോഴും ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത് ഒരുപാട് വർക്കോ അങ്ങനെയൊന്നും വേണ്ട, സിമ്പിളായിട്ടാണല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അത് കാരണം ഈ ഇതുപോലെയുള്ള മെറ്റീരിയൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അധികം റേറ്റും വരില്ല മെറ്റീരിയൽ എടുക്കുകയാണെങ്കിലും. എന്നിട്ട് നമുക്ക് കുറച്ച് ടൈം മതി കേട്ടോ, പെട്ടെന്ന് തയ്ച്ചെടുക്കാനും പറ്റും, നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന ഈ ക്രോപ്പ് ടോപ്പിനുണ്ടല്ലോ, അതിൻ്റെ സ്ലീവ് നല്ല ഭംഗിയുള്ളൊരു സ്ലീവ് തന്നെയാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം വീഡിയോ ഫുള്ള് കാണാം. നമ്മുടെ ഈ ഒരു ടോപ്പിനെ നമ്മൾ ഇതേപോലെ അതിൻ്റെ കൈ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മേൽഭാഗത്തു നിന്ന് ഇതേപോലെ നേരെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ 2 പീസാക്കിയിട്ട് ഫ്രണ്ടും ബാക്കും വേറെ തിരിച്ചെടുക്കാം. അപ്പോൾ അതിന് ഇത് ഫുള്ള് അഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ, അത് ഇതേപോലെ വിടിയിപ്പിച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ ആ 2 തുണിയും ലൈനിങ്ങും മാറ്റിയതിന് ശേഷം നേരെ ഇതേപോലെ മടക്കിയിട്ട് വെക്കാം കേട്ടോ. ഈ ഒരു നല്ല ഭാഗത്തുനിന്ന് വേണം നമുക്ക് ടോപ്പിന് നമുക്ക് വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മോളുടെ ഇവിടെ ഒരു പഴയ ടോപ്പ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അളവ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തുണി ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം ആ ഒരു അളവ് കറക്റ്റ് ഇതേപോലെ മടക്കി വൃത്തിയായിട്ട് ഇതേപോലെ വെക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്കിത് വെട്ടാനായിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3.5 ഇഞ്ചാണ് കേട്ടോ കഴുത്തിൻ്റെ വികാസം എടുത്തിട്ടുള്ളത്. അപ്പോൾ വീനക്കാവുമ്പോൾ വല്ലാതെ കുടുങ്ങി തയ്ച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല, കുറച്ചിങ്ങനെ നീങ്ങി നിന്നാൽ തന്നെയാണ് കേട്ടോ ഭംഗി ഉണ്ടാവുക. പിന്നെ നമുക്കിതിൻ്റെ ഷോൾഡർ ഞാൻ എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. പിന്നെ നേരെ താഴത്തേക്ക് ആ ഒരു ടോപ്പ് വെച്ചതിൻ്റെ ആ ഒരു ഭാഗത്തു കൂടെ കൈക്കുഴി മാർക്ക് ചെയ്തിട്ട് ഇറക്കും നമ്മളിത് ഇതേപോലെ അതിൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിനേക്കാളും കുറച്ച് കുറവ് ഇറക്കും മതി. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു ടോപ്പിൻ്റെ അളവിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറക്ക് കൂടുതൽ കുറച്ച് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും 1 ഇഞ്ചോളം കൂടുതലായിട്ട് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കഴുത്ത് നമ്മൾ വീനക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, നമുക്കത് ക്യാൻവാസിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട്. ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ വീനക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീനക്ക് ചെയ്യാനായിട്ട് കഴുത്തിൻ്റെ ഇറക്ക് ഞാൻ 4 ഇഞ്ചും കഴുത്തിൻ്റെ വികാസം എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യത്തെ ടോപ്പ് കട്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ലൈനിങ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്രോപ്പ് ടോപ്പിനും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലൈനിങ് നമ്മൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആ ഒരു നല്ല ഭാഗം കട്ട് ചെയ്തത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ചിലപ്പോൾ എവിടെയെങ്കിലും കുറവോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിന് ഈ ഒരു മോഡൽ കൈയാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൈ നമ്മൾ തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും തയ്ച്ച് നോക്കണം കേട്ടോ ഈ ഒരു മോഡൽ. ക്രോപ്പ് ടോപ്പിനൊക്കെ ഇതേപോലത്തെ കൈ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും തയ്ച്ചാൽ നല്ല ഭംഗിയാണ് ഇടുന്ന സമയത്ത്. നമ്മൾ ഈ ഒരു കൈ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് തയ്ക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അവിടെ നിന്ന് നമ്മൾ കൈക്കുഴി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് 2 മടക്കായിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ 6 ഇഞ്ചാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ 6ൻ്റെ ഇരട്ടി നമ്മൾ 12 ഇഞ്ചാണ് കേട്ടോ നമുക്ക് ആ ഒരു വട്ടം വരേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ നമുക്ക് താഴോട്ടുള്ള ആ ഒരു ഇറക്കം ഞാൻ 3 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ കൈക്കുഴി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കുക. ആ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2 മടക്കായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു മടക്ക് ഇപ്പോൾ 6 ഇഞ്ചാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ 12 ഇഞ്ച് എടുക്കുക, 5 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 10 ഇഞ്ച് എടുക്കുക. ആ ഒരു 10 ഇഞ്ചാണ് നമ്മൾ ആദ്യം ആ ഒരു റൗണ്ട് വരുന്നുണ്ടല്ലോ, ഇപ്പം നമ്മൾ കൈക്ക് വെട്ടിയ ഭാഗത്ത് ആ ഒരു ഭാഗത്ത് ആ ഒരു അളവാണ് കിട്ടേണ്ടത്. കൂടുതൽ എങ്ങനെ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് ഒരു 1 ഇഞ്ചോ 1/2 ഇഞ്ചോ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഞാൻ താഴോട്ടുള്ള ഇറക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, നേരെ ഞാൻ നോക്കിയിട്ടുള്ളത് 12 ഇഞ്ച് ടോട്ടൽ എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കൈ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കൈ നമ്മൾ ഇതേപോലെ ആ ഒരെണ്ണം കട്ട് ചെയ്തത് മേലെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ്
കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിപ്പോൾ 2 കൈയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മളൊരു അമ്പർല പാവാടയൊക്കെ തയ്ക്കുന്നില്ലേ, ആ ഒരു റൗണ്ടിൽ കട്ട് ചെയ്യണ മോഡൽ, അതുപോലെയാണ് ഈ ഒരു കൈയിൻ്റെ കട്ടിങ് വരുന്നത്. ടോപ്പിൻ്റെ തുണിയും ലൈനിങ്ങും തമ്മിൽ നമുക്ക് ഇതേപോലെ കൂട്ടി തയ്ച്ചെടുക്കാം. അപ്പം ഞാൻ ഒരെണ്ണം ഇതുപോലെ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഞാൻ സൈഡുകൾ തമ്മിൽ കൂട്ടി തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് തയ്ക്കുക. അതിന് ശേഷം വെട്ടി മാറ്റാം കേട്ടോ കൂടുതൽ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ. നമ്മുടെ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഉണ്ടല്ലോ, ചെറിയ രീതിക്ക് തയ്ക്കാൻ അറിയുന്നവർക്ക് വരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ടോപ്പ്. നമ്മുടെ ടോപ്പിൻ്റെ സൈഡ് കൂട്ടി തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ കൈ ഉണ്ടല്ലോ, കൈയിൻ്റെ താഴ്വശം ഇതേപോലെ ചെറിയ രീതിയിൽ വെച്ചിട്ട് മടക്കി തയ്ക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഇത് ലോക്ക് ചെയ്യാനുള്ള മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡ് ഇങ്ങനെ ഒന്ന് ലോക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. അപ്പം നമുക്കതില്ലാത്ത കാരണം നമുക്കത് വെറുതെ ചെറിയ രീതിയിൽ മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 കൈയിൻ്റെയും തെറ്റുവശം ഇതേപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തേച്ചെടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ വീനക്ക് തയ്ക്കാനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാൻവാസിൽ കഴുത്ത് തയ്ക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് കഴുത്ത് നിൽക്കും. അപ്പോൾ നമ്മുടെ ക്യാൻവാസിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ വികാസം 3.5 ഇഞ്ചും താഴോട്ട് ഞാൻ 4 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. തൊട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് 1 ഇഞ്ചോളം ഞാൻ വീതിയിൽ വീനക്ക് വീണ്ടും താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ വേസ്റ്റ് വന്നിട്ടുള്ള തുണി എടുത്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു വീനക്കിന് അതിൽ ആദ്യം അതിൻ്റെ സൈഡിൽ കൂടെ തയ്ച്ചെടുക്കുക. അത് തയ്ച്ചതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ തൊട്ട് താഴെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിൽക്കുന്ന ആ തുണിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു തെറ്റുവശത്ത് നമ്മളൊന്ന് കട്ട് ചെയ്തിടണം കേട്ടോ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനായിട്ട്. കട്ടയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതേ രീതിക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കഴുത്തിൻ്റെ നടുവശം കറക്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ നടുവശം മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ഒപ്പം വയ്ക്കുക, എന്നിട്ട് തയ്ച്ചെടുക്കുക. പിന്നെ ബാക്കി നിൽക്കുന്ന ഈ നടുവശത്തെ തുണീനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിന് ശേഷം നേരത്തെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വിടണം കേട്ടോ. അപ്പോൾ അത് മടക്കണ സമയത്ത് ചുളിവുകളില്ലാതെ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിടുന്നത്. ഇതുപോലെ എന്നിട്ട് ബാക്കി നിൽക്കുന്ന ആ ഒരു ക്യാൻവാസിനെ ഉള്ളിലേക്ക് മറച്ചിട്ട് തയ്ച്ചെടുക്കുക. അപ്പം നമ്മുടെ വീനക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ടോപ്പിൻ്റെ ബാക്ക് വശത്ത് കഴുത്ത് മാർക്ക് ചെയ്യാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ബാക്ക് വശത്ത് 3 ഇഞ്ചാണ് കഴുത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് റൗണ്ടായ കാരണം നമ്മൾ തയ്ച്ച് വരുമ്പോൾ സ്വല്പം കൂടുതലാവും. കഴുത്തോട്ടുള്ള ഇറക്കെടുത്തിട്ടുള്ളത് 2.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് റൗണ്ടിൽ മാർക്ക് ചെയ്യുക. അതിന് ശേഷം ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴുത്ത് തയ്ക്കാനായിട്ട് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് കഴുത്ത് നമ്മളിതേ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തയ്ച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ആ ഒരു ബാക്കി നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന് ഇതേപോലെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പുറത്തെ ഭാഗത്തു കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഉള്ളിലേക്ക് മറച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഈ ഒരു ടോപ്പിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ നമുക്കിനി കൂട്ടി തയ്ക്കണം. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ബാക്ക് വശം അല്ലെങ്കിൽ ഫ്രണ്ട് വശം ഇതിലേതിലെങ്കിലും കഴുത്തിൻ്റെ ക്യാൻവാസ് തയ്ച്ചതോ ഉള്ളിലേക്ക് മറച്ച് തയ്ക്കണം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ആ ഒരു ഭാഗം നമ്മൾ പകുതിയോളം തയ്ച്ച് നിർത്തിയിട്ടില്ലേ, അത് മുഴുവനായിട്ട് ഇതേപോലെ മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് വശത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടോപ്പിൻ്റെ. ഇനി നമുക്ക് ഇതും കൂട്ടി വെച്ചിട്ട് ഷോൾഡർ കൂട്ടി തയ്ക്കാം. ഷോൾഡർ കൂട്ടി തയ്ക്കാനായിട്ട് നമ്മുടെ ആ ഒരു വീനക്ക് തയ്ച്ചിട്ടില്ലേ, ആ വീനക്കിൻ്റെ ആ ക്യാൻവാസിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്താണ് കേട്ടോ നമ്മൾ ഞാൻ ബാക്കിലെ ആ ഒരു ഷോൾഡർ ഭാഗം ഇതേപോലെ വെച്ചതിന് ശേഷം നേരെ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തയ്ക്കുമ്പോൾ കെട്ടിട്ടിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഷോൾഡർ കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നിൽക്കുന്ന ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതേപോലെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയിട്ട് ഉള്ളിൽ കൂടെ ഇതിങ്ങനെ തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്.
നമ്മുടെ ടോപ്പിൻ്റെ 2 കഴുത്തും അതുപോലെ തന്നെ ഷോൾഡറും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൽ കൈ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ കൈ തയ്ക്കാനായിട്ട് കൈ തയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. അതിന് ശേഷം ആദ്യം ഒരു സൈഡ് തയ്ച്ചിട്ട് പിന്നീട് ബാക്കി നിൽക്കുന്ന ആ ഒരു സൈഡും കൂടി തയ്ച്ചെടുക്കുക. നമ്മുടെ ടോപ്പിൻ്റെ കൈ തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിന് നമ്മുടെ കൈ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു അമ്പർല കട്ട് പാവാടയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ, താഴ്വശത്ത് നല്ല വിരിവോട് കൂടിയിട്ട് അതേപോലെ താഴ്വശത്തേക്ക് കുറച്ച് വിരിവ് കൂട്ടിയെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൈ ഇടുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ തുണി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഉള്ള തുണിക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് തയ്ക്കാം. നമ്മുടെ ടോപ്പിൻ്റെ പകുതിയോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ടോപ്പിൻ്റെ ഇറക്ക് മടക്കി തയ്ക്കുക, അതുപോലെ തന്നെ വണ്ണം മാർക്ക് ചെയ്തത് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വണ്ണം മാർക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ അളവുണ്ടെന്നുണ്ടെങ്കിൽ മേൽവശത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് 7.5 ഇഞ്ചും ഏറ്റവും താഴ്വശത്ത് 7.5 ഇഞ്ചും നടുവശത്ത് വരുന്ന ഭാഗത്ത് 7 ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് വണ്ണം. പിന്നെ കൈയിൻ്റെ ആ ഒരു തെറ്റത്ത് കൂടെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ടൈറ്റാക്കൊന്നും വേണ്ട, കുറച്ച് ലൂസായിട്ടുള്ള കൈയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഇതിൻ്റെ ഇറക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്രോപ്പ് ടോപ്പ് തയ്ച്ച് കഴിയുമ്പോൾ 14.5 ഇഞ്ചാണ് കേട്ടോ ഇറക്ക് വേണ്ടത്. അപ്പോൾ ഒരു 11-12 വയസ്സായിട്ടുള്ള മക്കൾക്കൊക്കെ ഈ ഒരു ഇറക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞൊരു വണ്ണത്തിലും എടുത്താൽ മതിയും. ഇതിൽ വണ്ണം കൂടുതലുള്ള മക്കളും പിന്നെ ഉയരത്തിൻ്റെയും ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിൽ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചിൻ്റെയൊക്കെ വ്യത്യാസം കൂട്ടിയെടുക്കാം കേട്ടോ നമുക്ക്. ടോപ്പിൻ്റെ താഴ്വശം നമുക്ക് ആദ്യം വേണമെങ്കിൽ മടക്കി തയ്ച്ചതിൻ്റെ ശേഷം മേലെ നിന്ന് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് വരാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് ആ ഒരു വണ്ണം ഉണ്ടല്ലോ അത് തയ്ച്ചതിൻ്റെ ശേഷം താഴ്വശം മടക്കി തയ്ക്കണമെങ്കിൽ അങ്ങനെയും മടക്കി തയ്ക്കുക. പക്ഷേ താഴ്വശം ആദ്യം മടക്കി തയ്ച്ചതിന് ശേഷം ആ ഒരു സൈഡ് വശം കൂട്ടിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് ബാക്കി ഒന്ന് ലൂസോ എന്തെങ്കിലും കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ ആ രീതിയിൽ തയ്ക്കുകയാണെങ്കിൽ. നമ്മുടെ ഈ ഒരു ടോപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ലീവ് ഇതേപോലെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ മോള് കിട്ടിയ സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടോപ്പ് തയ്ച്ചിട്ട്. അപ്പോൾ ഇതുപോലത്തെ കൈയൊക്കെ തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ മക്കളുടെ ഡ്രസ്സിൽ ഒരു തവണ ഇതുപോലത്തെ കൈയൊന്ന് തയ്ച്ച് നോക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്രോപ്പ് ടോപ്പ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ടോപ്പ് തയ്ച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.